തേക്കടിയിൽ ഇനി പൂക്കളുടെ വസന്തകാലം. കുമളി ഗ്രാമപഞ്ചായത്തും തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയും മണ്ണാർത്തറയിൽ ഗാർഡൻസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 18ാമത് തേക്കടി പുഷ്പമേളയ്ക്ക് നാളെ കല്ലറയ്ക്കൽ ഗ്രൗണ്ടിൽ തിരിതെളിയും. മെയ് 3 വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇത്തവണ ക്രമീകരിച്ചിരിക്കുന്നത്. കുമളി ഗ്രാമപഞ്ചായത്ത്, തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി, മണ്ണാർത്തറയിൽ ഗാർഡൻസ് എന്നിവയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. കല്ലറയ്ക്കൽ ഗ്രൗണ്ടിലാണ് മേള നടക്കുന്നത്. 1-ാം തീയതി തന്നെ മേള ആരംഭിക്കും. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ നമ്മൾ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം, മത്സ്യകന്യകയും ഒരു ഗോസ്റ്റ് ഹൗസും ഇത്തവണ ക്രമീകരിച്ചിട്ടുണ്ട്. പട്ടണങ്ങളിൽ മാത്രം കാണുന്ന ഒരു പരിപാടിയായിരുന്നു മത്സ്യകന്യക. അത് തായ്ലൻഡിലെ, ഇന്തോനേഷ്യയിലെ യുവതികളാണ് ആ മത്സ്യകന്യകളായിട്ട് വലിയ ടാങ്കികളിൽ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മുടെ ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 20,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന വലിയ ടാങ്കി കൊണ്ടുവന്നതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിനുള്ളിലാണ് ഈ മത്സ്യകന്യകമാർ നീന്തി തുടിച്ച് നമ്മുടെ കാണികളെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള പരിപാടി. അതോടൊപ്പം തന്നെ ഒരു ഗോസ്റ്റ് ഹൗസും കൂടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നുള്ള ഒരു അമ്യൂസ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. രാവിലെ 10 മണിയോടെ മേള നഗറിലേക്കുള്ള പ്രവേശനം ആരംഭിക്കും. വൈകിട്ട് 5:30 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ MM വർഗീസ് അധ്യക്ഷത വഹിക്കും. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പ്രൊഫസർ ഷീല സ്റ്റീഫൻ മേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ ഇടുക്കി ജില്ലയിലെ മികച്ച പ്രൈമറി സ്കൂളായി തിരഞ്ഞെടുത്ത കുമളി ട്രൈബൽ UP സ്കൂളിനെ ആദരിക്കും. കൂടാതെ പ്രശസ്ത ചിത്രകാരനായ അബ്ദുൾ റസാഖ് രചിച്ച കുമളിയുടെ സ്ഥലനാമ ചരിത്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടക്കും. പ്രദേശത്തെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിൽ ആശംസകൾ നേർക്കും. ഉദ്ഘാടനത്തിന് ശേഷം ട്രൈബൽ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും. മെയ് 3 വരെ നീണ്ടു നിൽക്കുന്ന പുഷ്പമേളയുടെ ഭാഗമായി വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സെമിനാറുകളും സംവാദങ്ങളും സംഘടിപ്പിക്കും. ഉറവിടത്തിൽ തന്നെ മാലിന്യ സംസ്കരണം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിനായി ചെറിയ മാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ പ്രദർശനവും പ്രത്യേക ആകർഷണമാകും. മേളക്കാലത്ത് വിവിധ സ്കൂളുകളും കലാസംഘടനകളും ചേർന്ന ദിവസേന വൈകുന്നേരങ്ങളിൽ കലാപരിപാടികൾ അവതരിപ്പിക്കും. പുഷ്പമേളയുടെ ജനറൽ കൺവീനർമാരായ TT തോമസും ഷാജി മണ്ണാർത്തറയും അറിയിച്ചു. സിറ്റി വിഷൻ, കുമളി.